والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن الناس من يقول ربنا آتنا في الدنيا وما له في الآخرة من خلاق ومنهم من يقول ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار أولئك لهم نصيب مما كسبوا والله سريع الحساب صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. മഹത്തുക്കളായ സാദാത്തുക്കൾ, ഉലമാക്കൾ, സഹൃദയരായ സഹോദരീ സഹോദരന്മാർ, വിദ്യാർത്ഥികൾ, സർവോപരി നമ്മുടെ ഈ മജ്മഅയിൽ നിന്ന് ബിരുദം നേടി സിദ്ദീഖി ബിരുദം നേടി പുറത്തിറങ്ങുന്ന സിദ്ദീഖികൾ, അൽഹംദുലില്ലാഹ് കേരളത്തിനകത്തും പുറത്തുമായി ആയിരക്കണക്കിന് ദഅവാ വിദ്യാർത്ഥികൾ വലിയ വലിയ വിപ്ലവങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ദീനി രംഗത്ത് ഇന്ത്യക്ക് പുറത്ത് യൂറോപ്പ്, ആഫ്രിക്ക, വിവിധ ഭൂഖണ്ഡങ്ങളിൽ സ്തുത്യർഹമായ സേവനങ്ങൾ ചെയ്യുന്ന നമ്മുടെ ദഅവാ സന്തതികൾ, സത്യത്തിൽ ദഅവക്ക് പ്രാസ്ഥാനിക രംഗത്ത് തുടക്കം കുറിച്ചത് നമ്മുടെ മജ്മഅാണെന്ന വിഷയത്തിൽ രണ്ടഭിപ്രായം ആർക്കും ഇല്ലല്ലോ. അൽഹംദുലില്ലാഹ് അന്ന് ചെറിയൊരു തുടക്കമായിരുന്നുവെങ്കിൽ ഇന്ന് മജ്മഅന്റെ സന്തതികളാൽ മാത്രം നടക്കപ്പെടുന്ന എത്രയെത്രയോ ദഅവാ കോളേജുകൾ കേരളത്തിലുണ്ട്. നിരവധി ആളുകൾക്ക് ഡോക്ടറേറ്റ് ലഭിച്ച് ഇന്ന് ഇവിടുന്ന് ആദരവുകൾ നൽകി ഇനിയും നൂറുകണക്കിന് പണ്ഡിതന്മാരെ, ആയിരക്കണക്കിന് പ്രതിഭകളെ, പതിനായിരക്കണക്കിന് ദഅവാ പ്രവർത്തനങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ, വാർത്തെടുക്കാൻ ഈ സ്ഥാപനത്തിന് തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒരു സുദീർഘമായ പ്രഭാഷണത്തിന് സമയം സാഹചര്യം അനുകൂലമല്ല. ഇത് കഴിഞ്ഞ് ആദവനാട് ഒരു പരിപാടി കഴിഞ്ഞ് തിരുവനന്തപുരത്തേക്ക് നേരെ പോകുന്ന യാത്രയിലാണ്. ദഅവ എന്ന ആശയം രണ്ടുകൂടി സമന്വയിപ്പിക്കുക എന്ന് മതവിദ്യാഭ്യാസം, ഭൗതിക വിദ്യാഭ്യാസം എന്ന വേർതിരിവ് പലപ്പോഴും പലരും കേൾക്കുന്ന ഒന്നാണ്. യഥാർത്ഥത്തിൽ ആ വേർതിരിവ് ശരിയല്ല എന്നാണ് ഈ വിരീതന്റെ അഭിപ്രായം. വേർതിരിവ് ശരിയല്ല എന്നല്ല, പക്ഷേ നമ്മുടെ ദൃഷ്ടിയിൽ ഭൗതിക വിദ്യാഭ്യാസം എന്നാൽ എഞ്ചിനീയറിംഗ് കോളേജില്, മെഡിക്കൽ കോളേജുകള്, അതുപോലെ മറ്റ് ഭൗതിക കലാലയങ്ങൾ പഠിക്കുന്നവരൊക്കെ ഭൗതിക വിദ്യാർത്ഥികളും, പള്ളി ദർസുകളില്, അറബിക് കോളേജുകൾ പഠിക്കുന്നവരൊക്കെ മതവിദ്യാർത്ഥികളുമായിട്ടാണ് ഗണിക്കപ്പെടാറുള്ളത്. യഥാർത്ഥത്തിൽ ഇത് രണ്ടിന്റെയും വേർതിരിവ് എവിടെ പഠിക്കുന്നു, എന്ത് പഠിക്കുന്നു, ആരുടെ അടുക്കൽ പഠിക്കുന്നു എന്ന മാനദണ്ഡത്തിലല്ല, മറിച്ച് മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹു തആല തങ്ങൾ ഇഹ്യാ ഉലൂമുദ്ദീനിൽ പറഞ്ഞ പോലെ ദുന്യവിയ ഇൽമ്, ഉഖ്റവിയ ഇൽമ് എന്നത് വിദ്യാർത്ഥിയുടെ മനസ്സിനെ നിയ്യത്തിനെ ആശ്രയിച്ചിരിക്കുകയാണ്. താടിയും തലപ്പാവും വെച്ച് പള്ളി ദർസില് ഒരു വലിയന്റെ കീഴില് അല്ലെങ്കിൽ ഒരു കുത്തുബായ ഉസ്താദിന്റെ കീഴില് പഠിക്കുന്ന വിദ്യാർത്ഥിയുടെ മനസ്സിന്റെ ഉള്ളില് എന്റെ പഠനം കൊണ്ടെനിക്ക് അറബി ഭാഷ സ്വായത്തമാക്കണം, ഇപ്പോൾ ഗൾഫിൽ അറബി ഭാഷക്ക് നല്ല സ്കോപ്പാണ്, നല്ല ജോലി കിട്ടാൻ വളരെ നല്ലതാണ്, അതിൽ കുറെ സമ്പാദിക്കാമെന്നാണെങ്കിൽ തീർച്ചയായും അത്
ഭൗതിക വിദ്യാഭ്യാസമായി മാറി. ഓതുന്നത് കിതാബുൻ നഹ്വ്, കിതാബു സർഫ്, അല്ലെങ്കിൽ ഖുർആന്, ഹദീസ് ഒക്കെയാണ്. പക്ഷെ അവന്റെ മനസ്സ് ദുന്യാവ് സമ്പാദിക്കലാണെങ്കിൽ, ദുന്യാവിന്റെ ലക്ഷ്യമാണെങ്കിൽ അവന്റെ വിദ്യാഭ്യാസം ഭൗതിക വിദ്യാഭ്യാസമായി മാറി. അതേ സ്ഥാനത്ത് എഞ്ചിനീയറിംഗ് കോളേജില്, അല്ലെങ്കിൽ മെഡിക്കൽ കോളേജില്, അല്ലെങ്കിൽ IAS, IPS സെലക്ഷന്, ഇങ്ങനെ മറ്റു സ്ഥാപനങ്ങൾ, ഇതര സ്ഥാപനങ്ങൾ പഠിക്കുന്നു. അവിടെ അവന്റെ ലക്ഷ്യം എനിക്ക് എന്റെ സമൂഹത്തെയും സമുദായത്തെയും രാജ്യത്തെയും കുടുംബത്തെയും രക്ഷിക്കാനും സംരക്ഷിക്കാനും ശുശ്രൂഷിക്കാനും അർഹമുർ റഹീമായ റബ്ബിനോട് കൽപ്പിച്ചതാണ്. മൻ അഹ്യാ നഫ്സൻ ഫകഅന്നമാ അഹ്യൻ നാസ ജമീഅ. ഏതെങ്കിലും ഒരു ജീവന് ജീവൻ നൽകിയാൽ, ശരീരത്തിന് ജീവൻ നൽകിയാൽ, ലോകത്തെ മുഴുവൻ ജനങ്ങൾക്കും ജീവൻ നൽകിയ പുണ്യം നൽകുമെന്ന് റബ്ബ് പഠിപ്പിച്ചു. ഞാൻ മെഡിസിൻ എടുക്കലോടുകൂടെ, ഞാനൊരു ഡോക്ടർ ആവലോടുകൂടെ ഞാൻ ആയിരങ്ങളെ, പതിനായിരങ്ങളെ ജീവൻ രക്ഷിക്കാൻ കഴിയും. ഇത് അല്ലാഹു എന്നോട് കൽപ്പിച്ചതാണ്. ഇതിലൂടെ എനിക്ക് പാരത്രിക ജീവൻ രക്ഷപ്പെടുത്താൻ കഴിയും എന്ന ലക്ഷ്യത്തോടുകൂടെയാണ് മെഡിക്കൽ കോളേജിൽ പഠിക്കുന്നത്. മാഷാ അല്ലാഹുവിന്റെ പഠനം ഉഖ്റവിയായ ഇൽമുമാണ്. ഇവിടെ പഠനം ഉഖ്റവിയായ വിദ്യയാണോ അല്ലെങ്കിൽ മതവിദ്യയാണോ എന്ന് തീരുമാനിക്കേണ്ടത് എവിടെ പഠിക്കുന്നു എന്നതിന്റെ മാനദണ്ഡത്തിലല്ല, എന്തു പഠിക്കുന്നു എന്നതിന്റെ മാനദണ്ഡത്തിലല്ല, മറിച്ച് മനസ്സെന്ത് എന്നതാണ്. ഇതാണ് ഞാനും നിങ്ങളും എപ്പോഴും പ്രാർത്ഥിക്കുന്ന ദുആ, റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഈ പ്രാർത്ഥനയുടെ പശ്ചാത്തലം മഹാനായ ഇമാം റാസി റളിയല്ലാഹു തആല തങ്ങൾ പറയുന്നത്, ആയത്തിന്റെ ആമുഖം ഞാൻ ആദ്യത്തിൽ നിങ്ങൾ ഓതി കേൾപ്പിച്ചത്, വമിനൻ നാസി മൻ യഖൂലു റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ വമാ ലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ് വമിൻഹും മൻ യഖൂലു റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ ഉലൈക ലഹും നസീബും മിമ്മാ കസബു വല്ലാഹു സരീഉൽ ഹിസാബ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നാണ് ലീഡർഷിപ്പ് ഞാനും നിങ്ങളും ഉൾക്കൊള്ളേണ്ടത്. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യതഫഖദു അസ്ഹാബഹു ഫൈദാ ഫഖദ الرجل فوق 3 أيام سأل عنه فإن كان غائبا دعا له وإن كان مريضا عاده وإن كان ഷാഹിദ സാറുഹു. ഇന്നത്തെ പോലെ അത്യാധുനിക ഇൻഫർമേഷൻ ടെക്നോളജികൾ വളർന്നിട്ടില്ലാത്ത കാലത്ത് 1430 വർഷങ്ങൾക്ക് മുമ്പ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തെ ലീഡർഷിപ്പ് എങ്ങനെയായിരുന്നു? അവിടത്തെ മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹു തആല തങ്ങൾ പറയുന്നത്, 1,24,000 പരം സ്വഹാബത്ത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടായിരുന്നു. ആ 1,24,000 പരം സ്വഹാബത്തിന്റെയും ഫുൾ ഹിസ്റ്ററി, അവരുടെ എല്ലാ ചരിത്രങ്ങളും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം A to Z നന്നായി അറിയുമായിരുന്നു. ഇന്ന് നമ്മുടെ കമ്പ്യൂട്ടറുകൾ നമുക്ക് വിദ്യാർത്ഥികളുടേത് എല്ലാ CVയും അവരുടെ എല്ലാ ക്വാളിഫിക്കേഷനും എഡ്യൂക്കേഷനും ഒക്കെ അപ്ഡേറ്റ് ചെയ്തു വെച്ചാലും നമുക്കത് നോക്കാനും പറയാനും ഒരു വീട്ടുന്നില്ല. അതേ സ്ഥാനത്ത് ഇതൊന്നുമില്ലാതെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1,24,000 പരം സ്വഹാബികളുടെയും ചരിത്രങ്ങള്, അവരെല്ലാ നീക്കുപോക്കുകളും അവരെല്ലാ ചലനങ്ങളും അറിയുമായിരുന്നു. ഏതെങ്കിലും ഒരു സ്വഹാബി ഒരു 3 ദിവസം സ്ഥിരമായി കാണുന്ന, ബന്ധപ്പെടുന്ന, പള്ളിയിൽ വരുന്ന ആളുകൾ അവിടെ ഇല്ലെങ്കിൽ സഅല അൻഹു ചോദിക്കും, ഇവിടെ എന്താണ്, കണ്ടില്ല. ഒരുപക്ഷെ ബിസിനസ് ആവശ്യാർത്ഥം ഷാമിലോ യമനിലോ ഹബ്ശയിലോ മറ്റോ പോയതായിരിക്കും. എന്നാൽ ദഅലഹു, അവർക്ക് വേണ്ടി നന്നായി ദുആ ചെയ്തു കൊടുക്കും. വൈൻകാന മരീള, ചിലർ രോഗം കാരണം വരാത്തതായിരിക്കും.
അതറിഞ്ഞാൽ ആദ ശുശ്രൂഷിക്കും. ആദ എന്ന് പറഞ്ഞാൽ ക്ലിനിക്കിൽ പറയുക ഇജാദത്ത് എന്നാണല്ലോ. അത് ശുശ്രൂഷിക്കുക എന്ന്. അവർക്ക് വേണ്ട സംരക്ഷണം നൽകി അവരെ നന്നായി പരിചരിക്കുമായിരുന്നു. ആദ എന്ന പദം പറയുന്നതിന് തന്നെ കാരണം ആദ യഊദു പലപ്പോഴും ഒരിക്കലോ രണ്ടല്ല, രോഗിയെ ഇടയ്ക്കിടെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കേണ്ടി വരും, വേണ്ടതൊക്കെ ചെയ്യേണ്ടി വരും. അഷ്റഫുൽ ഖൽഖ് സ്വലാസ്മ നിർവഹിക്കുമായിരുന്നു. വൈൻകാന ഷാഹിദ, രോഗിയല്ല, വിദേശത്തല്ല, നാട്ടിലുണ്ട്, എന്തോ വന്നിട്ടില്ല, എന്നാൽ പോട്ടെ എന്ന് പറഞ്ഞ് ആക്ഷേപിക്കാതെ സൗഹൃദ സന്ദേശം നടത്തി, ഫീൽഡ് വർക്ക് നടത്തി. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ മഹാനായ അദ്ദാഇ ബിഖൗലിഹി വഫിഅലിഹി ഖുതുബുദ് ദഅവത്തി വൽ ഇർഷാദ് അബ്ദുല്ലാഹി ഹദ്ദാദ് റളിയല്ലാഹു പറഞ്ഞ പോലെ ദഅവ, ഖലം, ഖദം, ഫം 3 രൂപത്തിലാണല്ലോ. കലം ഫം കൊണ്ട് വേണം, കലം കൊണ്ട് വേണം, ഖദം കൊണ്ട് വേണം ഈ ഫീൽഡ് വർക്ക്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അവരെ സൗഹൃദ സന്ദർശനം നടത്തി അവരെ പള്ളിയിലേക്ക് ഒന്നുകൂടി ക്ഷണിക്കും. അങ്ങനെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബാക്കൾ ഒരു സ്വഹാബി രോഗബാധിതരായി ശുശ്രൂഷിക്കുന്നതിന് വേണ്ടി വീട്ടിലേക്ക് കയറി ചെന്നപ്പോ ആ സ്വഹാബി പൊട്ടിക്കരഞ്ഞു. ആർക്ക്? اللهم إن كنت تعاقبني فعجلني بها في الدنيا. റബ്ബേ, എന്റെ ജീവിതത്തിൽ വല്ല തെറ്റുകുറ്റങ്ങൾ വന്നുപോയെങ്കിൽ ഈ വേദനകളൊന്നും എനിക്ക് വേദനകളല്ല, പ്രയാസങ്ങളൊന്നും പ്രയാസങ്ങളല്ല, ഇതിന്റെ പേരിൽ നാളെ ആഖിറത്തിൽ എന്നെ ശിക്ഷിക്കാനാൽ മതി. ഇവിടുന്ന് എത്ര ശിക്ഷ തന്നാലും, ഇതിന്റെ 10 മടങ്ങ് വേദന തന്നാലും അതെനിക്കൊരു പ്രശ്നമേ അല്ല. ഞാൻ ക്ഷമിക്കാം, ഞാൻ സഹിക്കാം, ഞാൻ സഹകരിക്കാം, ഞാൻ വിഷമം പുറത്തുകേട് കാണിക്കില്ല. എന്തൊരു പ്രാർത്ഥനയാണ്, എന്തൊരു ഈമാനാണ്, ആലോചിച്ചു നോക്കുക. പക്ഷെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഅദല്ലാഹ്, പൊന്നു സുഹൃത്തേ, അങ്ങനെ പറയല്ലേ, അങ്ങനെ പറയല്ലേ, അതല്ല ഇസ്ലാം. അങ്ങനെ സഹിക്കാൻ കഴിയാത്ത ഒന്ന്, അപ്രായോഗികമായ ഒന്ന് ഇസ്ലാമിലില്ലേ ഇല്ല. മഹാനായ ഇമാം റാസി റളിയല്ലാഹു തആല തങ്ങള് ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ പറഞ്ഞതായി കാണാം. അപ്പോഴാണ് ഈ ആയത്ത് ഇറങ്ങുന്നത്. വമിനന്നാസി മൻ യഖൂലു റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ. ഇവിടെ ഹസന ഇല്ല, ചിലർക്ക് ഓതുമ്പോ മിനന്നാസി മൻ യഖൂലു റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ വമാ ലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്. ചില ആളുകള് ഭൗതികം ചിലരൊക്കെ ഈ ദേവ കോളേജുകളില് അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങൾ ചേരുന്നത്, നമുക്ക് ഇവിടെ വന്ന് അതും പഠിക്കാം ഇതും പഠിക്കാം, നമുക്ക് ഡോക്ടർ ആവാം, നമുക്കൊരു എഞ്ചിനീയർ ആവാം, ഭൗതിക കലാലയങ്ങളിലെത്താം, നമുക്ക് നന്നായി സമ്പാദിക്കാം എന്ന വല്ലവന്റെയും ഹൃദയത്തിൽ വന്നുപോയോ അവൻ ആഖിറത്തിൽ ഒന്നും പ്രതീക്ഷിക്കേണ്ടതേയില്ല, എല്ലാം അതോടുകൂടെ നശിച്ചു തീർന്നു. നഊദു ബില്ലാഹി, റബ്ബ് കാത്തുരക്ഷിക്കുമാറാവട്ടെ. രണ്ടാമതൊരു ടീം, വമിൻഹും മൻ യഖൂലു റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. ഒരു ഭാഗം ദുനിയാവും ആഖിറവും വിജയത്തിന് ആവശ്യപ്പെടുന്നവർ. മൂന്നാമത്തൊരു ടീം ആഖിറം മാത്രം ചോദിക്കുന്നവർ, ഭൗതികത്തിൽ യാതൊരു ചിന്തയുമില്ലാത്തവർ, ഭൗതികമെന്ന് ആലോചിക്കാനേ പാടില്ല എന്നൊക്കെ ചിലർ പറയാറുണ്ട്. അവർ വലിയ 1ാം ഗ്രേഡായി, നമ്പർ 1 കാണാറുണ്ട്. മഹാനായ ഇമാം റാസി റളിയല്ലാഹു തആല തങ്ങൾ പറഞ്ഞു, വഅമ്മൽ ഖിസ്മു സാലിസ് ഫലം യഹ്തമ്മ ബിഹിമില്ല. മൂന്നാമത്തെ വിഭാഗത്തെ അല്ലാഹു തആല തീരെ ഇത്തിബാർ ചെയ്തതേയില്ല, അത് പ്രായോഗികമല്ല. അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞതേയില്ല, തീരെ ഇത്തിബാറിന് അല്ലാഹു തആല ഗൗനിച്ചതേയില്ല. അല്ലാഹു തആല ഒഴിവാക്കി. മറിച്ച് 2 വിഭാഗത്തെ, ഒന്ന് ദുനിയാവ് മാത്രം ചോദിക്കും, അത് ഒരിക്കലും ആഖിറത്തിലൊന്നും ഉണ്ടാകൂല. മറിച്ച് ദുനിയാവും വേണം ആഖിറവും വേണം. മെജോറിറ്റി മഹത്വം ആഖിറത്തിൽ നൽകണം. വഖിനാ അദാബന്നാർ. ഇതാണ് ചിലരൊക്കെ ഇന്ന് കുറെ തരീഖത്തുമായിട്ട്, കുറെ വെറുതുമായിട്ട് കുറെ നടക്കാറുണ്ട്. വെറുതെ വേണ്ടാതല്ല പറഞ്ഞത്. മഹാനായ സയ്യിദ് ഉസ്താദ് അബുൽ ഹസൻ ഷാദുലി റളിയല്ലാഹു തആല തങ്ങൾ പറഞ്ഞു, മല്ലാ വിർദ ലഹു ഫഹുവ ഖിർദ് മല്ലാ അദബ ലഹു ഫഹുവ ദുബ് വമല്ലാ ശൈഖ ലഹു ഫഹുവ ശൈത്താൻ. ഇതൊന്നും വേണ്ടാന്നല്ല പറയുന്നത്. പക്ഷേ ചിലരൊക്കെ
എവിടൊക്കെയോ പോയിട്ട് എന്തൊക്കെയോ കിട്ടി, ഇജാബത്തും വിലായത്തും കുത്തുബും കൗത്തും ഒക്കെ ആയിട്ട് എനിക്ക് വേറൊന്നും വേണ്ട എന്നൊക്കെ പറയാറുണ്ട്. മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസാലി റളിയല്ലാഹു തആല തങ്ങൾ പറയുന്നത്, മനിദ്ദഅ അന്ന ബൈനഹു വബൈന അല്ലാഹി തആല ഹാല അസ്ഖത്തത് الصلاة عنه فلا شك في وجوب قتله بل قتل مثله أفضل من قتل 100 كافر لأن ضره أكثر. മഹാനായ ഖാതിമത്തുൽ മുഹഖ്ഖിഖീൻ അല്ലാമ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു തആല തങ്ങൾ തുഹ്ഫയിൽ ഇത് ഉദ്ധരിച്ചത് നിങ്ങൾക്കറിയാമല്ലോ. ഇവിടെയാണ് ഏതെങ്കിലും ഒരു വിദ്വാൻ എവിടെങ്കിലും പോയിട്ട് എനിക്കിപ്പോ ഒരു വലിയ മർത്തബയിലാണ്, എനിക്ക് നിസ്കരിച്ചോളൊന്നൊന്നുമില്ല, എനിക്കിപ്പോ കുറച്ച് ചെല്ലിയാ മതി, അല്ല നിങ്ങളെ പെണ്ണുങ്ങൾ നിങ്ങൾക്ക് ഭാര്യയാണെങ്കിൽ എനിക്ക് മോളാണ്, അവളെ എനിക്ക് സംസാരിക്കുന്നതിനും കൂടെ ഇരുത്തുന്നതിനും കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ കുറച്ച് എന്തെങ്കിലുമൊക്കെ ചപ്പട വിദ്യകളും കാണിച്ചിട്ട് വന്നാല് ഓല ഔലിയാക്കി കൊണ്ടടക്കണം എന്നല്ല. ഞാൻ പഠിക്കുന്ന കാലത്ത് കരുവന്തിരുത്തിയിൽ ഒരു വലിയ ഒന്നിനി വല്ലാത്ത കറാമത്തായിരുന്നു മൂപ്പര കറാമത്ത്. ഏറ്റവും വലിയ കറാമത്ത് എന്ന് പറഞ്ഞാല് ഒരു വാഷ്റൂമ് പോവില്ല, വാഷ്റൂമിൽ പോകുന്ന പരിപാടിയില്ല, ഖളാഉൽ ഹാജത്ത് അങ്ങനെ ഒന്നും മൂപ്പർക്ക് ഇല്ലേ ഇല്ല. കുറെ ദിവസം ആളുകൾ കാത്തിരുന്നു. കുറെ കഴിയുമ്പോ എന്തെങ്കിലും 2-3 മാസം കഴിഞ്ഞു, അങ്ങനെ സംഭവമേ കാണുന്നില്ല. ഇപ്പോഴൊക്കെ പിന്നെ ആൾക്കാരൊക്കെ വ്യാഖ്യ സ്വർഗത്തിൽ പോയാലും അങ്ങനെയാണല്ലോ, വാഷ്റൂമിലൊന്നും പോകേണ്ടി വരുമല്ലോ. എല്ലാ ഭക്ഷണവും സ്വർഗത്തിൽ ഭക്ഷിക്കുന്നതൊക്കെ എനർജി ആയിട്ട് അങ്ങ് മാറും. ഇദ്ദേഹത്തിന് കിട്ടുന്നതൊക്കെ എനർജി ആയിട്ട് അണ്ട് മാറുകയാണ്. പിന്നെ വേസ്റ്റേജ് അങ്ങനെ ഒന്നും ഉണ്ടാകൂല. അങ്ങനെ 2-3 മാസം കഴിഞ്ഞ് എന്നാൽ എന്തൊരു സ്മെല്ലോ എന്തെങ്കിലും ഒന്നില്ലേ, വല്ലാത്ത കറാമത്ത് സ്വർഗത്തിൽ നിന്ന് കൊടുക്കണം. അല്ലാഹുവിനെ ഇപ്പം തന്നെ ഇവിടെ തന്നെ കൊടുക്കുക. ഓരോരുത്തരും പറഞ്ഞു. ആ 2-3 മാസം കഴിഞ്ഞപ്പോഴാണ് ഫറൂഖിലെ മമ്മു വീട്ടിൽ സൽക്കരിച്ചത്. ഉള്ള സംഭവം തന്നെയാണ്. മമ്മു നന്നായി ഒന്ന് സൽക്കരിച്ച് രാത്രി വീട്ടിൽ താമസിപ്പിച്ചു. പല ഇലക്കറികളും മുരിങ്ങന്റെ ഇലയും മറ്റും നന്നായി അങ്ങ് കൊടുത്തു. ഷെയ്ഖ് വലിയ നന്നായി ഭക്ഷണം കഴിച്ചു. ഷെയ്ഖിന് വേറെ സുന്നത്തും കൂടി ഉണ്ട്, കുളിക്കല് മുങ്ങിട്ടേ കുളിക്കുള്ളൂ. ആ സുന്നത്തും കൂടി ഷെയ്ഖ് വളരെ നിർബന്ധാക്കുന്ന. അത് കുളത്തിലോ പുഴയിലോ പോയിട്ടെ, കരുവന്തിരുത്തി ആയതുകൊണ്ട് ഇഷ്ടം പോലെ പുഴ ഉണ്ടായിരുന്നു, അവിടെയാണ് കുളിക്കല്. ഇത് ഫറൂഖ് മമ്മുന്റെ വീട്ടിൽ കുളം ഉണ്ടായിരുന്നു. പിറ്റേന്ന് രാവിലെ കുളത്തേക്ക് കുളിച്ച് വന്നപ്പോ കുളം നിറയെ മുരിങ്ങന്റെ ഇല. അപ്പോഴാ മനസ്സിലായത് ഇതുവരെ ഷെയ്ഖിന്റെ കറാമത്ത് എവിടെയായിരുന്നു എന്ന്, ഇതുവരെ ഷെയ്ഖ് എന്തേ ചെയ്തിരുന്നു എന്നത്. ഇങ്ങനെ കുറെ ഔലിയാക്കൾ രംഗത്ത് വരുന്നത്. ഇതാണ് മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസാലി റളിയല്ലാഹു തആല തങ്ങൾ പറയുന്നത്, മനിദഅ ബൈനഹു വബൈന അല്ലാഹി തആല ഹാല. അല്ലാഹുവിന്റെ അടുക്കൽ ഒരു പ്രത്യേക കണക്ഷൻ ഉണ്ട്. എനിക്കൊന്നും വേണ്ട, എനിക്കെല്ലാം കിട്ടിയിരിക്കുന്നു എന്ന് ആരെങ്കിലും പറഞ്ഞെങ്കിൽ അവിടെ ഫലാ ശക്ക ഫീ വുജൂബി ഖത്ലിഹി, ഓനെ കൊന്നുകളയണമെന്ന വിഷയത്തിൽ, ഓനെ നിഷ്കാശനം ചെയ്യണമെന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്ക് 2 അഭിപ്രായമേ ഇല്ല. നിങ്ങൾ കൊല്ലണം എന്നല്ല പറഞ്ഞത്. ഫലാ ലന്ന ബൽ ഖത്ലു മിസ്ലിഹി അഫ്ളു മിൻ ഖത്ലി 100 കാഫിർ ലന്ന ദർറുഹു അക്തർ. ഇസ്ലാമിനെ 100 ബദ്ധവൈരികളെ കൈകാര്യം ചെയ്തതിലേറെ ശല്യം അവനെക്കുറിച്ചാണ്, അവനെ കൊണ്ടാണ്. അങ്ങനെയുള്ള കുറെ ആളുകൾ ഇന്ന് രംഗപ്രവേശം ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ ദഅവ നടത്തുക. ഞാൻ ആലോചിക്കുന്നത് മഹാനായ താജുൽ ഉലമ അല്ലാഹു തആല ദറജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. ഒരു 10-25 കൊല്ലം മുമ്പ് കരുവന്തിരുത്തി താജുൽ ഉലമയുടെ വീട്ടില് ഞാൻ ഇരിക്കുന്ന സമയത്ത് മഹാനായ ശൈഖുന സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് താജുൽ ഉലമയുടെ റൂമിൽ കയറി വന്നു. അപ്പൊ താജുൽ ഉലമ ഇങ്ങനെ അമ്മോട് കൂടി ഇരിക്കുകയാണ്. അപ്പൊ താജുൽ ഉലമ സുൽത്താനുൽ ഉലമ എന്തപ്പാ ഈമാൻ കിട്ടി കൽബിൽ എങ്കി മരിക്കണപ്പാ എന്നൊക്കെ പറഞ്ഞ്. അപ്പൊ സുൽത്താനുൽ ഉലമ പറഞ്ഞു, ഞാൻ സി എം വലിയുള്ളാഹി റളിയല്ലാഹുവിനെ ചെറുപ്പത്തിൽ കണ്ടപ്പോ ഞാൻ ചോദിച്ചു, അവിടെ നിസ്കരിക്കണമൊന്നും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോ സി എം വലിയുള്ളാഹി റളിയല്ലാഹു ആ ചോദ്യത്തിൽ തന്നെ മറുപടി ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് മുമ്പ് മഹാനായ മർഹൂം ഇ.കെ. ഹസൻ മുസ്ലിയാർ ഖദ്ദസല്ലാഹു തആല സിറഹുൽ അസീസ് തങ്ങൾ മഹാൻ അവர்களോട് ചേകനൊരു വാദിപ്പേൻ നടത്തിയല്ലോ. അള്ളാന്റെ റസൂല് ആയിഷാ ബീവി പറഞ്ഞു, അള്ളാന്റെ റസൂൽ ദുഹാസ്കരിക്കുന്നത് കണ്ടിട്ടില്ല, ആയതുകൊണ്ട് ദുഹാസ്കരിക്കേണ്ടതില്ല എന്ന്. അപ്പൊ അസൂല് പറഞ്ഞു, കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ അർത്ഥം നല്ല ഉണ്ട് എന്നുള്ളതിന്റെ അർത്ഥം. കാരണം അങ്ങനെ ആകണി ആയിഷാ ബീവി അള്ളാന്റെ റസൂലിന്റെ കണ്ടിട്ടില്ല, മിൻഹു എന്ന് പറഞ്ഞാ ഇല്ല അതിനർത്ഥമില്ലല്ലോ, മറിച്ച് അപ്പൊ ഉണ്ട് എന്നല്ല അതിന്റെ അർത്ഥം. എന്ന പോലെ തന്നെ ഞാനത് ചോദ്യത്തിൽ തന്നെ മറുപടി ഉണ്ടല്ലോ എന്ന് സി എം വലിയുള്ളാഹി പറഞ്ഞു.
അപ്പോ സുൽത്താൻ കാന്തപുര ഉസ്താദ് മഹാനോട് പറഞ്ഞു, നാ ഓറെപ്പോലെ ഞങ്ങൾക്കും ആയിക്കൂടെ എന്ന് ചോദിച്ചു. അപ്പോഴാ ഖുർആനില് മഹാനാ ശിയം വലിയുള്ളാഹി വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ വഇന്നല്ലാഹ ലമഅൽ മുഹ്സിനീൻ. സൂറത്തുൽ അൻകബൂത്താണ്. ഏറ്റവും അവസാനത്തെ ആയത്താണ്, ഏറ്റവും ആദ്യത്തെ ആയത്ത്. ഇതൊക്കെ തമ്മിൽ പരസ്പരം താരതമ്യപ്പെടുത്തുമ്പോഴാണ് ഈ ആയത്തിന്റെ മഹത്വങ്ങളും മറ്റൊക്കെ നമുക്ക് മനസ്സിലാക്കുക. ജാഹദു എന്ന് പറഞ്ഞാൽ അവിടെ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തഫ്സീർ പറയുന്നത് ബിത്തഅല്ലുമി വത്തഅലീം. ഏറ്റവും വലിയ ജിഹാദ് ജിഹാദുൻ അസ്വർ, ജിഹാദുൻ അക്ബർ. അത് ജിഹാദ് തഫ്സീർ കാണാലോ. സ്വർഗത്തിലേക്കുള്ള വഴി എന്ന് പറഞ്ഞാല് ശ്വാസോച്ഛ്വാസങ്ങളുടെ അത്രയും വഴിയുണ്ട്. എന്നിട്ട് അല്ലാഹു തആല ഇന്നല്ലാഹ മഅയ്യത്തും ആ മുഹ്സിനും ഇഹ്സാന്റെ മഴയും മറ്റൊക്കെ ബയാൻ ചെയ്യാൻ സമയം അനുവദിക്കാത്തതുകൊണ്ട് ഞാൻ കടക്കുന്നത്. അപ്പൊ നിങ്ങൾ അല്ലാഹു തആല ഈ റൂട്ടിലേക്ക് നിക്ഷയിച്ചു, നിങ്ങൾ ഈ റൂട്ടിൽ സഞ്ചരിക്കുക. എന്നെ അല്ലാഹു തആല ഇങ്ങനെ നിക്ഷയിച്ചു. മഹാനായ ശൈഖുന കാന്തപുര ഉസ്താദ് എങ്ങാനും മല കയറാൻ പോയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കുമായിരുന്നു സമൂഹത്തിന് ഉണ്ടാകുമായിരുന്ന അവസ്ഥ? മാഷാ അല്ലാഹ്, ഇന്ന് കേരളത്തിലല്ലല്ലോ, ഇന്ത്യയിലല്ലല്ലോ, ലോകത്ത് മുഴുവൻ വലിയ വിപ്ലവം. അപ്പൊ അതുപോലെ ഉലമാക്കള് മഹാനായ ഖുതുബുൽ അഖ്താബ് ഗൗസുൽ ആലം ശൈഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി ഖദ്ദസല്ലാഹു തആല സുല്ലഹു 91 കൊല്ലം ജീവിച്ചിട്ട് മഹാനവകൾ 18ാമത്തെ വയസ്സിൽ ജീലാനിലുള്ള ബഗ്ദാദിലേക്ക് പോയെങ്കിൽ 33 കൊല്ലം മഹാനവറുകള് വെറും തഹമ്മുലില് ദർസ് പഠിക്കുന്നതിന് 51 വയസ്സ് വരെ നമ്മളൊക്കെ പഠിക്കുന്നത് ഗൗസുൽ നിങ്ങളൊക്കെ പഠിക്കാൻ ചെലവഴിച്ച 51 കൊല്ലവും ഗൗസുൽ ആലം തങ്ങൾക്ക് തഹമ്മുലിന്റെ മുദ്രയായിരുന്നു. വെറും പഠിക്കുന്നതിനുള്ള സമയം. അത് കഴിഞ്ഞ് പിന്നീട് തദ്രീസില് 45 മക്കളിൽ 44 മക്കളിൽ 35 മക്കളും ഗൗസുൽ തങ്ങളുടെ ഹയാത്ത് കാലത്ത് തന്നെയാണ് മരിച്ചത്. ആ കുട്ടികൾ മരിച്ച 35 മക്കൾ മരിച്ചിട്ട് ഒരു കുട്ടി മരിച്ച സമയത്ത് പോലും ഗൗസുൽ തങ്ങൾ ദറസ് നിർത്തിയിട്ടില്ല എന്ന് പറഞ്ഞ മയ്യത്ത് കുളിപ്പിച്ച് മയ്യത്ത് നിസ്കരിച്ച് ഗൗസുൽ മയ്യത്ത് കഫൻ കുളിപ്പിച്ച് മയ്യത്ത് കഫൻ ചെയ്ത് ഗൗസുൽ തങ്ങളുടെ മുമ്പിൽ വെച്ചാൽ ഗൗസുൽ തങ്ങൾ മയ്യത്ത് നിസ്കരിക്കും. പിന്നെയും ദറസിൽ മാഷാ ഇതല്ലേ അല്ലാഹുവിന്റെ ഔലിയാക്കള്, അവരല്ലേ അഖ്താബീകള്, അവരല്ലേ നമുക്ക് മാതൃകയാക്കേണ്ടവരെ. ഗൗസുൽ ആലം തങ്ങളൊക്കെ ദറസുകള്, അവരുടെയൊക്കെ ദഅവകള് മനസ്സിലാക്കി അവരെ മാതൃകയാക്കി. മഹാനായ ഖുതുബ് അമീറുൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഷിയാക്കൾ പറയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനേക്കാളും ഏറ്റവും അഫ്ളൽ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആണ്. അവരതിനെ ആയത്ത് ഓതുക, വല്ലല്ലാഹുൽ മുജാഹിദൽ ഖാഇദിൻ അജ്റൻ അളീമാന. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സംബന്ധിച്ച എല്ലാ യുദ്ധത്തിലും അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു സംബന്ധിച്ചിട്ടുണ്ട്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു മരിച്ചതിന് ശേഷം 100 കണക്കിന് യുദ്ധത്തിൽ വേറെയും അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു സംബന്ധിച്ചിട്ടുണ്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ യുദ്ധം ചെയ്ത ആളാരാ? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. അപ്പൊ ആയതുകൊണ്ട് ഫളലല്ലാഹു മുജാഹിദിനൽ ഖാഇദിൻ അജ്റൻ അളീമാ. ഖുർആനിൽ അല്ലാഹു തആല സാക്കി പറഞ്ഞില്ലേ, അല്ലാഹു ഏറ്റവും കൂടുതൽ യുദ്ധം ചെയ്തവർക്ക് ഏറ്റവും കൂടുതൽ കൂലി. ഇവിടെ എന്താ നമുക്ക് പറയാനുള്ളത്? ഏറ്റവും വലിയ ജിഹാദ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജിഹാദാണ്, ദഅവയാകുന്ന ജിഹാദാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെയ്ത ദഅവയുടെ അടുത്തേക്ക്, ആ ജിഹാദിലേക്ക് ഒരാളും എത്തുകയില്ല. അത് ഇജ്മാഅല്ലേ. അതുകൊണ്ട് ദഅവയാണ് ഇന്നത്തെ ഏറ്റവും വലിയ ജിഹാദ് എന്ന് മനസ്സിലാക്കി എന്റെ പ്രിയപ്പെട്ട സിദ്ദീഖുകളോട്, എന്റെ പ്രിയപ്പെട്ട കർണങ്ങളായ ഉലമാക്കളോട് മരണം വരെ ഈ രംഗത്ത് നിന്ന് പിന്മാറുകയില്ല. ലക്ഷങ്ങളല്ല കോടികൾ ശമ്പളം തരാമെന്ന് പറഞ്ഞാലും ശരി, എത്ര ഹൈ ഫെസിലിറ്റീസുകള്, എന്തെല്ലാം സൗകര്യങ്ങൾ കിട്ടിയാലും ശരി, ഞാൻ മരണം വരെ റബ്ബേ ഈ രംഗത്ത് നിന്ന് ഞാൻ പിന്മാറുകയില്ല. എന്റെ മരണം വരെയും ഞാൻ ദീനീ രംഗത്ത്, ദറസീ രംഗത്ത്, ദീനീ രംഗത്ത് എന്റെ അവസാന ശ്വാസം ഞാൻ വലിക്കുന്നതും ദീനീ രംഗത്തായിരിക്കണം. നാദാനി തൗഫീഖ് നൽകണേ അല്ലാഹ്, അതിന് വേണ്ട തൗഫീഖ് നീ നൽകണേ അല്ലാഹ്. തൗഫീഖ് ഖിലാസ് അത് രണ്ടും അപൂർവമായി കിട്ടുന്ന അവ്വലു ഷൈഇൻ അഅ്സു മാ നസല മിനശ് ശമാഇ ഇലൽ അർള് അത്തൗഫീഖ് വഅഅ്സു മാ സൈദ മിനൽ അർളി അൽ ഇഖ്ലാസ്. അല്ലാഹുവിന്റെ അടിമയിലേക്ക് കിട്ടുന്ന ഏറ്റവും അസീസാണ് തൗഫീഖ്. അടിമയിൽ അല്ലാഹുവിനെ ലഭിക്കുന്ന ഏറ്റവും വലിയ അസീസാണ് ഇഖ്ലാസ്. ഇഖ്ലാസ് ഉണ്ടായ തൗഫീഖ് താനുണ്ടാകും.
ഇത് രണ്ട് തമ്മിലുള്ള ബന്ധം ഇതൊക്കെ പറയാൻ സമയം അനുവദിക്കാത്തതുകൊണ്ട് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവർ അല്ലാഹു തആല നമുക്ക് ഇഖ്ലാസ് നൽകുമാറാവട്ടെ. അപ്പൊ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഞാനൊരൊറ്റ ഉദാഹരണം അവസാനമായി പറയാണ്. ഇന്ന് നമുക്ക് നേതൃത്വം നൽകുന്ന മഹാനായ സുൽത്താൻ റഈസുൽ ഉലമ അവരൊക്കെയാണ് നമ്മൾ മാതൃകയാക്കേണ്ടത്. മഹാനായ ഉസ്താദുൽ സാത്തി എന്നോട് നേരിട്ട് പറഞ്ഞതാ, സുലൈമാൻ ഉസ്താദ് പറഞ്ഞതല്ല. ഉസ്താദ് ഉസ്താദ് നേരിട്ട് പറഞ്ഞു. ഞാൻ അപ്പോഴാണ് സുലൈമാൻ ഉസ്താദ് ഞാൻ വല്ലാതെ സ്നേഹിച്ചും മനസ്സിലാക്കിയതും. ഒതുക്കങ്ങൾ കോളേജിൽ ആരെ മുദരീസാക്കണം എന്ന വിഷയത്തിൽ ഇങ്ങനെ പല ചർച്ചകളും നടന്നു. കമ്മിറ്റിക്കാരൊക്കെ മുദരീസായി കണ്ടു. ഉസ്താദിന് ബഹ്റുൽ ഉലൂം ശൈഖുൽ മശാരിഖ് വൽ മഗാരിബ് അവരെ മനസ്സിലങ്ങ് റാഹത്തായില്ല. അപ്പോഴാണ് മഹാനായ സുലൈമാൻ ഉസ്താദ് കോളേജൊക്കെ പാസ്സായി ഉസ്താദിനെ കാണാൻ വേണ്ടി വരുന്നത്. കണ്ട ഉടനെ തന്നെ ഉസ്താദ്, എന്താ സുലൈമാൻ മൊയ്‌ലരെ ശമ്പളം വാങ്ങാതെ നിങ്ങൾക്ക് ദർസ് നടത്താൻ കഴിയോ എന്നാ ചോദിക്കുന്നത്. ഇങ്ങനെ ചോദ്യം ഇന്നൊക്കെ ചോദിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? സുലൈമാൻ ഉസ്താദ് ഉടനെ പറഞ്ഞ മറുപടി ഉസ്താദ് എന്നോട് നേരിട്ട് പറഞ്ഞത്, ഇതുവരെ ഞാൻ പഠിക്കുകയായിരുന്നു, എനിക്ക് ആരും 5 പൈസ ശമ്പളം തന്നിട്ടില്ല, ഇനിയും ഞാൻ പഠിക്കുകയാണെന്ന് തന്നെ ധരിക്കും. എനിക്കത് ഏറ്റവും സന്തോഷമാണ്. 1 രൂപയും ശമ്പളമില്ലാതെ ഞാൻ ജോലി ചെയ്യുക എന്നത്. മാഷാ അല്ലാഹ്. പിന്നെ കുറെ മാസങ്ങള് 1 രൂപയും ശമ്പളം വാങ്ങാതെ ഇതേ ഒതുക്കുങ്ങൾ ഹിയാസുൻ അറബി കോളേജിൽ ഒരു മഹല്ലത്തിൽ ജോലി ചെയ്യുകയാണെങ്കിൽ ചിലപ്പോ നിക്കാഹിന് പോയാലോ മരിച്ചോർത്തോ അല്ലോ എന്തെങ്കിലും 5 പൈസയൊക്കെ ചിലപ്പോ എന്തെങ്കിലുമൊക്കെ ചെറുതായി കിട്ടിക്കൂടായില്ല. ഒതുക്കുങ്ങൾ ഹിയാസുൻ അറബി കോളേജില് ഒരു 5 പൈസ പുറത്തുനിന്ന് കിട്ടുന്ന യാതൊരു മാർഗവും അവിടെ ഇല്ലല്ലോ. മാസങ്ങളോളം എത്രയോ കാലം മഹാനായ സുൽത്താൻ റഈസുൽ ഉലമ അവിടെ ദർസ് നടത്തി. പിന്നെ കമ്മിറ്റിക്കാർ വന്നിട്ട് ചോദിക്കും, എല്ലാവരും മനുഷ്യ കുറെ കാലമായാലും ഇവിടെ ദർസ് നടത്തുന്നത്, എന്തെങ്കിലും നമ്മൾ കൊടുക്കാൻ ഞാൻ മോശല്ലേ? മാഷാ അല്ലാഹ്. അതിന്റെ ഏറ്റവും വലിയ ബറക്കത്താണ് ഇന്ന് മഹാനായ റഈസുൽ ഉലമയുടെ മക്കളുടെ മക്കൾ അല്ലാഹു തആല നൽകിയത്. നമ്മുടെ ഏറ്റവും വലിയ നേതൃത്വം മഹാനായ കോടമ്പ ബാവുസ്താദ്. ഞാൻ അത്ഭുതപ്പെട്ടുപോയി. വഅദിലെ മുത്തവ്വല് കുട്ടികൾക്ക് ബാവുസ്താദ് ക്ലാസ് നടത്തി. കിതാബൊക്കെ ഓതി തീർന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുക്കണല്ലോ എന്ന് കരുതി ഞാനൊരു കവറേറ്റ് ചെന്നപ്പോ എന്നോട് വെച്ചിട്ട് പറഞ്ഞൊരു വാക്കുണ്ട്, തങ്ങളെ ഞാൻ ബാവുസ്താദ് ഇത്രമാത്രം അറിയുമെങ്കിലും 40-45 കൊല്ലത്തെ ബന്ധം ഞാനും ബാവുസ്താദും തമ്മിലുണ്ട്. പക്ഷെ ആ സമയത്ത് പറഞ്ഞ തങ്ങളെ ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് 75 വയസ്സാകാനായി. ഞാൻ പഠിക്കുന്ന കാലത്ത് എന്റെ തീരുമാനമാണോ ദർസ് രംഗത്ത് 1 രൂപ പോലും ഞാൻ വാങ്ങൂല എന്നത്. ഈ സെക്കൻഡ് വരെ ഞാൻ വാങ്ങിയിട്ടില്ല. അത് മരണം വരെ ഞാൻ അന്ന് തീരുമാനിച്ചതാണോ. അതെന്റെ ചെറുപ്പം. ഇനിയിപ്പോ ഞാൻ പൊട്ടിക്കണോ നിങ്ങൾക്ക് ഞാൻ ചെയ്യണങ്ങൾ പറയണം. മാഷാ അല്ലാഹ്. നമ്മളൊക്കെ ഉസ്താദുമാർ. അതുകൊണ്ടല്ലേ ബാവുസ്താദിന്റെ കിതാബുകളൊക്കെ ഇന്ന് ലോക തലത്തിൽ മാഷാ അല്ലാഹ് യമനിലൊക്കെ ചെല്ലുന്ന സമയത്ത് മാഷാ അല്ലാഹ് അവിടെ ബാവുസ്താദിന്റെ കിതാബ് പഠിപ്പിക്കുന്നത് മഹാനായ താജുദ്ദീൻ അബുൽ ഫളൽ അപ്പൊ ആ ഇഖ്ലാസ് നമുക്കുണ്ടായാൽ നമ്മുടെ നേതൃത്വം മഹാനായ താജുൽ ഉലമ, മഹാനായ നൂറുൽ ഉലമ, ഇവരുടെ നമുക്ക് സുൽത്താൻ ഉലമ, നമ്മുടെ നേതൃത്വത്തിന്റെ ഓരോരുത്തരുടെയും ചരിത്രങ്ങള് മനസ്സിലാകുമ്പോൾ പറയാൻ സമയം അനുവദിക്കാത്തത് കൊണ്ടാണ്. മാഷാ അല്ലാഹ്. താജുൽ ഉലമയുടെ ഒക്കെ കുട്ടിക്കാലങ്ങള് ഞങ്ങൾ വന്യര ഉപ്പയിൽ നിന്നും അതുപോലെ ഉമ്മയിൽ നിന്നൊക്കെ കേൾക്കുന്ന രംഗങ്ങള് മാഷാ അല്ലാഹ്. നൂറുൽ ഉലമ ഞങ്ങളെ വന്യര ഉപ്പാപ്പിടുക്കൽ പഠിക്കുമ്പോൾ അങ്ങനെ ഉപ്പാപ്പിന്ന് കേട്ടത് ഇങ്ങനെ തുടങ്ങിയ കുറെ വിഷയങ്ങള് ഞാനതൊന്നും നേരിട്ട് സാക്ഷിയല്ലെങ്കിലും പക്ഷേ അവരൊക്കെ കുടുംബത്തിലും ബന്ധത്തിലുമായി എന്നതുകൊണ്ട് കുറെ വിഷയങ്ങൾ നേരിട്ട് മനസ്സിലാക്കാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ട ഉലമാക്കളോട് നമുക്ക് ഇഖ്ലാസ് അല്ലാഹു തആല നൽകും. ഈ ഇഖ്ലാസ് എവിടെ ഉണ്ട് അവിടെ തൗഫീഖ് ഉണ്ടാകും. അല്ലാഹു തആല തൗഫീഖ് നൽകും. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഞാനും നിങ്ങൾ പറഞ്ഞ എല്ലാ പദവും ഖുർആനില് പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ തൗഫീഖ് മാത്രം ഒരൊറ്റ സ്ഥലത്ത് സൂറത്ത് ഹൂദിൽ 88-ാമത്തെ ആയത്തിൽ വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു ഇലൈഹി ഉനീബ്. വേറെ സ്ഥലത്ത് ഇല്ലാ തൗഫീഖൻ വ ഇഹ്സാനാന്നുണ്ട്. ആ തൗഫീഖ് യൂണിറ്റി ഐക്യമെന്നുള്ള അർത്ഥത്തിലാണ്. ഖൽഖുൽ ഖുദ്റത്തിൽ താ എന്നുള്ള അർത്ഥത്തില് ഖുർആൻ ഒരൊറ്റ സ്ഥലത്ത് അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളൂ. അത് തൗഫീഖ് അല്ലാഹു തആല നൽകുക എന്നുള്ളത് അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നവരില് അത് വലിയ അപൂർവമാണ്. അത് കിട്ടാനുള്ള മാർഗമാണ് ഇഖ്ലാസ്. അല്ലാഹു തആല നമുക്ക് മുഴുവൻ ഇബാദത്തുകളുടെയും ആത്മാവ്
റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാഹ് എന്നുണർത്തി അൽഹംദുലില്ലാ ഈ മജ്മഅിന്റെ വിജയം മുഴുവനും മാഷാ അല്ലാഹ് ഇഖ്ലാസോടുകൂടെ സ്ഥാപിതമായതാണ്. അൽഹംദുലില്ലാ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ കരങ്ങൾക്കും, പ്രത്യേകിച്ച് തരുൺ അബ്ദുള്ള മുസ്ലിയാർ, സൈദാലി മുസ്ലിയാർ, മരക്കാർ മുസ്ലിയാർ തുടങ്ങി ധാരാളം ആളുകളെ, മഹാനായ താജുൽ ഉലമ നൂറുൽ ഉലമ, തിരുവങ്ങാടി ബാപ്പു മുസ്ലിയാർ, അതുപോലെ തന്നെ വൈലത്തൂര് ബാബ മുസ്ലിയാർ, ചെറുശോല ബീരാൻകുട്ടി മുസ്ലിയാർ, മോളൂര് മാനു മുസ്ലിയാർ, ഞങ്ങളുടെ ഭദ്ര ജ്യേഷ്ഠ സഹോദരൻ മുഹമ്മദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി തങ്ങൾ, 7 പേരാണ് ഈ 1.5 കൊല്ലത്തിനുള്ളിൽ വിട പറഞ്ഞത്. സമസ്തയുടെ ചരിത്രത്തിൽ നമുക്കൊരിക്കലും നികത്താനാവാത്ത നഷ്ടങ്ങൾ അവരെല്ലാ ദറജകളും നീ ഉയർത്തി കൊടുക്കണേ അല്ലാഹ്. ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട നിരവധി ആളുകൾ അടുത്ത വിട പറഞ്ഞവരുണ്ട്. എല്ലാവരും ദുആ ചെയ്ത് നമുക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത പ്രാസ്ഥാനിക രംഗത്ത് മരണം വരെയും സജീവ സാന്നിധ്യമായ നമ്മുടെ പ്രിയപ്പെട്ട MP, നമുക്ക് അവരൊന്നും മറക്കാൻ കഴിയില്ല. അവസാന നിമിഷം വരെയും. അതുപോലെ തന്നെ എന്റെ അമ്മയുടെ മകനായിരുന്ന പ്രിയപ്പെട്ട കാവരൂരി പൂക്കായത്തങ്ങള്, എന്റെ കുടുംബത്തിൽ 5 മരണമാണ് ഈ കൊല്ലത്തിന്റെ ഇടയിൽ. കാക്കയുടെ മരണം, അതുപോലെ തന്നെ അമ്മായിയുടെ മകന്റെ മരണം, അമ്മായിയുടെ മകളിൽ ഇങ്ങനെ എല്ലും 51, 52 വയസ്സിലാണ്. നിങ്ങളൊക്കെ ദുആ ചെയ്യുക. മൈത്ര മുഹമ്മദ് ഹാജി, അതുപോലെ തന്നെ അസ്കരി, നമ്മുടെ റമദാൻ 30 ദിവസവും എഴുത്തിക്കാഫി ഇരുന്നാണ് മൈത്രയിലെ ഗ്രാൻഡ് മസിൽ എഴുത്തിക്കാഫി ഇരിക്കുന്നതായിരുന്നു ആ അസ്കറൊന്നും മറക്കാൻ കഴിയില്ല. റമദാൻ 30 ദിവസവും എഴുത്തിക്കാഫി ഇരുന്ന് ഷവ്വാലാണ് 11-കാരനായി. അതുപോലെ തന്നെ നമ്മുടെ മീഡിയ വിഷന്റെ കഴിഞ്ഞ മാർച്ച് 1 നമ്മോട് വിട പറഞ്ഞ ആബിദ്, നമുക്ക് അവരൊന്നും മറക്കാൻ കഴിയില്ല. ഫവാസ് തുടങ്ങിയ എല്ലാ വടശ്ശേരി ഉസ്താദിന്റെ ജ്യേഷ്ഠ സഹോദരൻ തുടങ്ങി പലരും നമ്മോട് അടുത്ത കാലത്തായി വിട പറഞ്ഞു. റബ്ബെ ആ ഖബർ ഷിഹാബിന്റെ വാപ്പ നമ്മുടെ ഡൽഹിയിൽ തുടങ്ങി പലരും അടുത്ത കാലത്തായി വിട പറഞ്ഞു. ആ ഖബറുകളെല്ലാം സ്വർഗമാക്കണേ അല്ലാഹ്. സിറ്റി സ്ക്വയറിന്റെ കീഴിൽ വളരെ സ്തുത്യർഹമായ സേവനങ്ങൾ നമുക്ക് അരീക്കോടിന്റെ പരിസരത്തും വലിയൊരു ആത്മീയ ട്രാൻസ്ഫോമറാണ് ഇൻഷാ അല്ലാഹ് ഈ സിറ്റി സ്ക്വയർ. എല്ലാവരും അതിന്റെ പ്രധാരകരാവണം, പ്രവർത്തകരാവണം. അതിനു വേണ്ടി എല്ലാവരും നന്നായി സഹായിക്കണം. നാഥ നീ സഹായിക്കുന്നവരെ സഹായിക്കണേ അല്ലാഹ് എന്ന് പറഞ്ഞ് ഇൻഷാ അല്ലാഹ് എല്ലാവരും അവരവരുടെ കയ്യിലുള്ള എന്തെങ്കിലും സംഖ്യ. പടച്ചോനെ, ഒരു ഉപ്പ 4 കുട്ടികളും മരിച്ചു. എന്നിട്ട് ഉപ്പ നമ്മുടെ കൂട്ടത്തിൽ വന്ന്, റബ്ബേ അദ്ദേഹത്തിന് മക്കൾ ഇങ്ങനൊരു കുട്ടി ഉണ്ടാകാം റബ്ബേ, ഇനി മരിക്കാതെ ഒരു ഭംഗവൈകല്യങ്ങളും ഇല്ലാതെ ഒരു സ്വാലിഹായ കുട്ടിയെ നീ നൽകണേ അല്ലാഹ് എന്ന് ദുആ ചെയ്തുകൊണ്ട് എനിക്ക് ഇനി ആദവനാട് പരിപാടിക്ക് നേരെ തിരുവനന്തപുരത്തേക്ക് എത്താൻ. നമ്മുടെ പ്രവർത്തകൻ ഗൾഫിൽ ജയിലിൽ കുടുങ്ങി വിഷമിക്കുന്നത് നീ സലാമത്താക്കണേ അല്ലാഹ്, നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ് ഇൻഷാ അല്ലാഹ്. എല്ലാവരും എന്തെങ്കിലും കയ്യിലുള്ള എന്തെങ്കിലും നല്ലൊരു 1000, 500 ഇതിനൊക്കെ വലിയ സംഖ്യ ചെലവ് വരുന്നതാണല്ലോ. അവരവരുടെ കയ്യിലുള്ള ഏറ്റവും വലിയ സംഖ്യകൾ എല്ലാവരും നൽകുക. എല്ലാ ആളുകളും തങ്ങളെ മുസാഫാത്ത് ചെയ്യണം. എല്ലാ ആൾക്കാരും സന്തോഷത്തിന് വേണ്ടിയാണ്. അത് ഇങ്ങനെ എപ്പോഴാ നിങ്ങൾ ഇതാ നയിക്കതാ പിന്നെ ഈ ചാൻസ് എല്ലാവരും ഉപയോഗപ്പെടുത്തണം. സഹോദരിമാരെ, നിങ്ങൾക്കൊക്കെ നന്നായി തങ്ങൾ ദുആ ചെയ്യുകയാണ്. എല്ലാവർക്കും ദ്വാരക്കുകയാണ്. നിങ്ങളെ എഴുത്തിലുള്ള എല്ലാ കാര്യം, കവറിലുള്ള എല്ലാ കാര്യം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, എല്ലാം നമ്മൾ വായിച്ചിട്ടുണ്ട്, തങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി തങ്ങൾ ദ്വാരക്കുകയാണ്. ഈ ചാൻസ് ആരും ഉപയോഗപ്പെടുത്താതിരിക്കരുത്. ആ റോട്ടിലൊക്കെ ഉള്ള നമ്മൾ പ്രത്യേകിച്ച് താഴത്തങ്ങാട് ചെറുപ്പക്കാരൊക്കെ വരട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദ് അവരുടെ ഒന്ന് സ്പർശിക്കുവാൻ നിങ്ങൾ കയ്യിൽ പൈസ വേണമെന്നും നമ്മൾ നിർബന്ധിക്കുന്നില്ല. അതൊരു വർക്കത്തിനുണ്ടെങ്കിൽ കൊടുത്താൽ മതി. തങ്ങളെ ഒന്ന് മുസാഫാത്ത് ചെയ്തു പോകാൻ വേണ്ടി എല്ലാവരും മുന്നോട്ട് ഒരു ബക്കറ്റ് കൊണ്ടുവരണം. സഹോദരന്മാരെ, ഈ പരിപാടിയോട് സഹായിച്ച എത്രയോ ആളുകൾ, പ്രത്യേകിച്ച് സിറാജ് ദിനപത്രത്തിൽ നമുക്കറിയാം ദിവസങ്ങളോളമായി അതിന്റെ കവർ പേജിൽ സപ്ലിമെന്റ് ഇറക്കാൻ വേണ്ടി ദുബൈ, അബുദാബി, അതുപോലെ തന്നെ റിയാദ്, ജിദ്ദ, അജ്മാൻ, ഫുജൈറ തുടങ്ങിയ പ്രദേശങ്ങളിലെ പ്രവർത്തകന്മാരെല്ലാം അകമഴിഞ്ഞ് സഹായിച്ചു. അതുകൊണ്ട് നമുക്ക് സപ്ലിമെന്റ് ഇറക്കാൻ പറ്റി. നമ്മുടെ സ്ഥാപനം പരക്കെ അറിയാൻ അത് കാരണമായി. എല്ലാ ആളുകളും ഈ സൈഡിലൂടെ നിങ്ങൾ പറഞ്ഞു ഇതിലുണ്ട് ബാക്ക് മാറി, ഇതിലുണ്ട് പോട്ടെ, ഇതിലുണ്ട് അങ്ങോട്ട് ബാക്ക്. 2 സൈഡിലൂടെയും വരാതെ ഒരു സൈഡിലൂടെ വന്ന് ഒരു സൈഡിലൂടെ പോകാൻ ശ്രദ്ധിക്കുക. ഒരു സൈഡിലൂടെ വന്ന് മുസാഫഹത്ത് ചെയ്ത് മറ്റു സൈഡിലൂടെ പോകാൻ എല്ലാവരും ശ്രദ്ധിക്കുക.
ഉദയ സ്റ്റുഡിയോ ഒരു സഹോദരൻ തണവാപ്പന പ്രത്യേകം 4444 ഉറുപ്പിക കൊടുത്തയച്ചിട്ടുണ്ട് കവറിൽ. അങ്ങനെ വലിയ വലിയ സംഖ്യകൾ അതിലങ്ങോട്ട് ആ സൈഡ് അങ്ങോട്ട് മാറി ഒടുക്കി ഇതിലോട്ട് പോട്ടെ. വളണ്ടിയേഴ്സോടെ വളരെ ശ്രദ്ധിക്കുന്നതിനായിട്ട് സമയം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. ഒരൊറ്റ കാര്യം പറയാനുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്രാഹിം ഖലീൽ അൽ ബുഹാരി നമ്മുടെ പ്രിയപ്പെട്ട തങ്ങളവറുകള് വരുന്ന വെള്ളിയാഴ്ച 4 മണിക്ക് ആധാടിയിൽ നമ്മുടെ മദ്രസക്ക് തറക്കല്ലിടുന്നുണ്ട്. എല്ലാ പ്രവർത്തകന്മാരും പങ്കെടുക്കണം. മറ്റൊരു സന്തോഷ വാർത്ത, പ്രവർത്തകന്മാരെ നമുക്ക് ഇനി ഈ സമ്മേളനം 3 ദിവസവും നമ്മൾ ആവേശഭരിതരാക്കി. എന്നാൽ ഇനി നമുക്ക് മറ്റൊരു ഉത്സവം നടക്കാൻ പോകുന്നു. SSFന്റെ മലപ്പുറം ജില്ലാ സാഹിത്യോത്സവ് ഇൻഷാ അല്ലാഹ് ഒക്ടോബറിൽ നമ്മൾ അരീക്കോട് വെച്ച് നടത്തുകയാണ്. അതിന്റെ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. അത് നാം ഓരോരുത്തരുടെയും ഒരു ആഘോഷമായി ഏറ്റെടുക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് വരുന്ന 19-ാം തീയതി മഹാനായ പ്രിയപ്പെട്ട പത്തപ്പിലം അബ്ദുൾ റഷീദ് സഖാഫി അവരുടെ നേതൃത്വം നൽകുന്ന മലപ്പുറം ജില്ലാ SMAയുടെ ജനറൽ സെക്രട്ടറിയായ അബ്ദുൾ റഷീദ് സഖാഫിയുടെ അൽ ഫലാഹിൽ ഇൻഷാ അല്ലാഹ് അതിന്റെ വാർഷിക സമ്മേളനം 20ാം വാർഷിക സമ്മേളനത്തിൽ എല്ലാവരും സംബന്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ എല്ലാ വാർഷികങ്ങളും ഹികമിയ അതുപോലെ തന്നെ ബുഖാരിയുടെ 20ാം വാർഷികം ഇൻഷാ അല്ലാഹ് വരുന്ന 26ാം തീയതി മാഷാ അല്ലാഹ് നമുക്ക് സുന്നി ജമിയത്തുൽ മുഅല്ലിമീന്റെ അദയ്യനായ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട അബൂ ഹനീഫ് അൽ ഫൈലി അവர்கள் നേതൃത്വം നൽകുന്ന ആ മഹത്തായ സ്ഥാപനം, മഹാനായ സുലൈമാൻ ഉസ്താദ് പ്രസിഡന്റായ സ്ഥാപനം, അതുപോലെ നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളും ജാമിയ മർക്കദു സഖാഫത്തി സുന്നിയ, ജാമിയ സഅദിയ, സിറാജുൽ ഹുദ, ബൈത്തുൽ ഇസ്സ, ദാറുൽ ഫലാഹ്, ദാറുൽ അമാൻ, ഗൗസിയ, അതുപോലെ തന്നെ ഖാദിസിയ, മംബൾ, ഹികമിയ തുടങ്ങിയ എല്ലാ സ്ഥാപനങ്ങളും മജ്മഉകളും മുജമ്മഉകളും നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളെയും നീ വിജയിപ്പിക്കണേ അല്ലാഹ്. സഹായിക്കുന്നവരൊക്കെ നീ സഹായിക്കണേ അല്ലാഹ്. നമുക്ക് കുറച്ച് സ്വലാത്തിൽ ദ്വാരക്കുക. ഇന്നല്ലാഹു മലായികതുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 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 സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി. സഹോദരിമാർക്കും ഇതിൽ സഹായിക്കാവുന്നതാണ്. നിങ്ങൾ നേരത്തെ തന്നവരാണെങ്കിലും ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് കൊടുക്കണം. മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ നസ്റുള്ള മാസ്റ്റർ നമ്മുടെ സിറ്റി സ്ക്വയർക്ക് വേണ്ടി ഒരു 10,000 രൂപ, പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ പിതാവ് മുഹമ്മദ് അലി മാസ്റ്റർ വഫാത്തായി പോയതാണ്. അവരെ ആഖിറം അല്ലാഹു നന്നാക്കി കൊടുക്കട്ടെ. അദ്ദേഹത്തിന്റെ പെങ്ങൾ സുഖമില്ലാതെ കിടക്കുന്ന അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. സിറ്റി സ്ക്വയറിന് തങ്ങൾ ചോദിക്കുകയാണെങ്കിൽ കാശ് നൽകാൻ ധാരാളം ആളുകൾ ഇവിടെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്കത് പിന്നീട് ഈ പൊതുസമ്മേളനത്തിൽ വെച്ച് ആരെയും ബുദ്ധിമുട്ടാക്കണ്ടെന്ന് കരുതിയതാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ അവിടുത്തെ നാവുകൊണ്ടത് പ്രഖ്യാപിച്ചതുകൊണ്ട് തന്നെ നമ്മളൊക്കെ അത് ഏറ്റെടുക്കും. ഇൻഷാ അല്ലാഹ് അത് പൂർത്തിയാക്കാൻ അവിടുത്തെ സഹായവും സഹകരണവും ദുആയും ഉണ്ടാവും. മറ്റൊരിക്കൽ നിങ്ങൾ എല്ലാവരെയും സമീപിക്കുന്നതാണ് എന്ന് അറിയിക്കുകയാണ്. പിന്നെ മറ്റൊരു കാര്യം, നമ്മളെ കല്ലിങ്ങല് യൂണിറ്റ് SYS ഒരു ദാറുൽ ഖൈർ ഒരു വീടിന്റെ പണി ഏറ്റെടുത്തിട്ടുണ്ട്. അവിടുത്തെ മദ്രസ അധ്യാപകന്റെ ഒരു വീട് SYS യൂണിറ്റ് കമ്മിറ്റി നിർമ്മിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. അതിലേക്കുള്ള ഫണ്ടിന്റെ ഉദ്ഘാടനം നമ്മുടെ ടൗൺ SYSന്റെ സെക്രട്ടറിയും മജ്മഇന്റെ ഭാരവാഹിയും ഈ സമ്മേളനത്തിന്റെ സംഘാടക സമിതിയിലെ പ്രമുഖ അംഗവുമായ ബഹുമാനപ്പെട്ട ബാവ മാതക്കോട് തങ്ങളുടെ കയ്യിൽ കാശ് കൊടുത്തുകൊണ്ട് ആ ഫണ്ട് ഉദ്ഘാടനം ചെയ്യും. ദുആക്ക് ശേഷം ആ ചടങ്ങ് നടക്കുന്നതാണെന്ന് അറിയിക്കുന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ്
സല്ലല്ലാഹു അലൈഹി اللهم صل على محمد يا ربي صل عليه وسلم. ദുആയിലേക്ക് പ്രവേശിക്കുക. എല്ലാവരും സാഹസിരിക്കുക. കുറച്ച് യാ ലത്തീഫ് യാ അല്ലാഹ് എന്ന് എല്ലാവരും തല മറച്ച് അച്ചടക്കത്തോടുകൂടെ നമ്മുടെ സ്ഥാപനത്തിന്റെ വളണ്ടിയർമാര്, പ്രവർത്തകര്, ഖാദിമീങ്ങള്, അതിനുവേണ്ടി സർവസ്വം ചെലവഴിച്ചവര്, മാഷാ അല്ലാഹ്, ഈ സ്ഥാപനത്തിന്റെ സ്ഥാപിത കാലം തൊട്ട് ഇന്നേ വരെ അതിന് സർവസ്വം സമർപ്പിക്കുന്ന പ്രിയപ്പെട്ട ജനറൽ സെക്രട്ടറി വടശ്ശേരി ഹസൻ മുസ്ലിയാര്, ഷുഗർ പലതുമുണ്ട്, എല്ലാം നീ ഷിഫയാക്കണേ അല്ലാഹ്, ഷിഫയാക്കണേ അല്ലാഹ്. പൂർണ്ണ ആഫിയത്തോടെ റാഹത്തോടെ ദീർഘകാലം ഈ സ്ഥാപനത്തെ നയിക്കാൻ നീ തൗഫീക്ക് നൽകണേ അല്ലാഹ്. എല്ലാവരും യാ ലത്തീഫ് തല മറിച്ച് എല്ലാവരും സാഹസിരുന്നിട്ട് ഉറക്കെ യാ ലത്തീഫ് യാ അല്ലാഹ് എന്ന് ചൊല്ലുക. യാ ലത്തീഫ് യാ അല്ലാഹ്, 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 യാ ലത്തീഫ് യാ അല്ലാഹ്. അല്ലാഹു ലത്തീഫുൻ ബിഇബാദിഹി യർസുഖു മൻ യശാഉൽ ഖവിയ്യുൽ അസീസ്. യാ അല്ലാഹു യാ റഹ്മാനു യാ റഹീം, 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 യാ അല്ലാഹു യാ يا الله يا رحمن يا رحيم، 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 يا الله يا رحمن يا رحيم. പച്ചവെള്ളത്തിന്റെ ബോട്ടിൽ يا الله يا رحمن يا رحيم، يا الله يا رحمن يا رحيم، يا الله يا رحمن يا رحيم، يا الله പൊടി മാറിപ്പിക്കരുത് ശ്രദ്ധിക്കാം. يا الله يا رحمن يا رحيم، اللهم ارحمنا برحمتك يا الله، يا حي يا قيوم 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 يا الله،
യാ ഹയ്യു യാ ഖയ്യൂം യാ അല്ലാഹ് 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 اللهم هي قلوبنا بنور معرفتك يا ارحم الراحمين ارحم الراحمين يا الله ഞങ്ങളുടെ ദിക്റുകൾ സ്വലാത്തുകൾ ദുആകൾ നീ സ്വീകരിക്കണേ അല്ലാഹ് നമുക്ക് ഭക്ഷണം നൽകിയ സജീർ 6 വയസ്സായി നടക്കാത്ത കുട്ടി റബീഉൽ അവ്വൽ 13 ഉമ്മ മരണപ്പെട്ട ഖബറിൽ സ്വർഗ്ഗമാക്കണേ അല്ലാഹ് വിശാലാക്കണേ അല്ലാഹ് അവരെ നമ്മൾ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടേ അല്ലാഹ് ഈ സ്ഥലം നമുക്ക് അനുവദിച്ചു തന്ന നമ്മുടെ സുഹൃത്തുക്കൾ അൽഹംദുലില്ലാഹ് ഇത്രയും ഭംഗിയായി 3 ദിവസം ദിക്ർ സ്വലാത്ത് ചെല്ലാനും സമ്മേളനം നടത്താൻ ഈ സ്ഥലം നമുക്ക് കാരണമായി തങ്ങൾ പ്രത്യേകം ദുആ ചെയ്യുകയാണ്. നമുക്ക് ഭക്ഷണം 2 ദിവസവും നൽകിയ നമ്മുടെ പ്രിയപ്പെട്ട ജോളി ഹോട്ടലിന്റെ ഉടമ സജീർ, ഇദ്ദേഹം വലിയ പൈസ ചെലവാക്കിക്കൊണ്ടാണ് നമ്മളോട് ഇത്രയും അധികം സഹകരിച്ച്. അതുപോലെ ആദ്യ ദിവസം ഭക്ഷണം നൽകിയ നമ്മുടെ മഹന്റ് സെക്രട്ടറി ബീച്ചിപ്പ ഹാജി, എല്ലാവർക്കും വേണ്ടി തങ്ങൾ ദുആ ചെയ്യുകയാണ്. പ്രത്യേകിച്ച് പ്രവർത്തകന്മാരെ മനസ്സിലുണ്ടാണ് നമ്മുടെ സജീറിന്റെ കുട്ടി 6 വയസ്സായിട്ട് നടക്കാൻ പറ്റാത്ത രൂപത്തിലാണ്. അത് അള്ളാഹു ശിഫയാക്കി കൊടുക്കണം. നിങ്ങൾ നന്നായി ദുആ ഇറക്കണം. തങ്ങൾ ദുആ ചെയ്യാൻ പോവുകയാണ്. ഞാൻ സന്തോഷ വാർത്തകൾ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. കേരളത്തിൽ ഇന്നേ വരെ കേരള ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലോ മെഡിക്കൽ കോളേജിലോ വന്നിട്ടില്ലാത്ത അത്രയും സിസ്റ്റമാറ്റിക്കായി ഡിജിറ്റലായി ഇലക്ട്രോണിക്കലായി ഏറ്റവും ശ്രദ്ധേയമായ ഒരു ലൈബ്രറി, അഥവാ അവിടെ പേര് രജിസ്റ്റർ ചെയ്യാതെ ആർക്കും അവിടെ കടക്കാൻ കഴിയില്ല. കടന്നാൽ തന്നെ പുസ്തകങ്ങൾ തിരഞ്ഞ് മണിക്കൂറുകൾ ദിവസങ്ങൾ സമയം കളയേണ്ടതില്ല. പല ലൈബ്രറികളും അന്വേഷിച്ച ബുക്കുകൾ കുറേ നടന്ന് അവസാനം ഇല്ല. ഇനി അത് എവിടെയാണ് കിട്ടുക എന്നറിയില്ല. അതേ സ്ഥാനത്ത് നിങ്ങൾ ബട്ടൺ അമർത്തിയാൽ അപ്പം തന്നെ അതിന് സ്ക്രീനിൽ എല്ലാം തെളിഞ്ഞു കാണുന്ന അക്ഷരങ്ങൾ എത്ര കോപ്പി ഉണ്ട്, ഏത് കൈ ആരെ കയ്യിലാണ്, എപ്പോഴാണ് തിരിച്ചെത്തിയ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കിട്ടുന്നത്. വല്ലവരും പേര് രജിസ്റ്റർ ചെയ്യാതെ വല്ല ബുക്ക് എടുക്കാൻ ശ്രമിച്ചാൽ തെഫ്റ്റ് അലാറം അവിടെ അടിക്കുന്നത്, പെട്ടെന്ന് അവരെ പിടിക്കപ്പെടുന്നത് മാത്രമല്ല, ഏത് രാത്രി 2 മണിക്ക് 3 മണിക്ക് വന്നാലും ആ ബുക്ക് ഡ്രോപ്പ് ബോക്സിലിട്ടാൽ അപ്പൊ നിങ്ങൾക്ക് അതിന്റെ റെസീറ്റുകൾ നിങ്ങൾ കംപ്ലീറ്റ് അതിന്റെ ഡീറ്റെയിൽസ് ഓട്ടോമാറ്റിക്കായി റെസീറ്റ് കിട്ടുന്നത്. അങ്ങനെ ആ ഇത്രയും ബുക്കുകൾ 2 മിനിറ്റ് കൊണ്ട് സ്റ്റോക്ക് എടുപ്പ്, മാസങ്ങൾ ആഴ്ചകൾ വേണ്ട, 2 മിനിറ്റ് കൊണ്ട് കിട്ടുന്നത്. ഇതിനിടയ്ക്ക് നിങ്ങൾക്ക് വല്ല സ്നാക്സോ ചോക്ലേറ്റോ വല്ലതും വേണമെങ്കിൽ അത് വിഷയിൽ നിന്ന് നിങ്ങൾക്ക് യഥേഷ്ടം എടുക്കാൻ കഴിയുന്നത്. ചില്ലറ വേണമെങ്കിൽ നോട്ട് കിട്ടാൻ, ഇങ്ങനെ തുടങ്ങിയ പുതിയ മോഡേൺ ടെക്നോളജി ഉപയോഗിച്ച് ഇൻഷാ അല്ലാഹ് കേരളത്തിൽ ആദ്യമായി പല വലിയ രാഷ്ട്രീയ പാർട്ടികൾ, സംസ്ഥാന നേതാക്കന്മാർ വരെ, DGPമാര് വരെ അത് കാണാൻ വേണ്ടി വരുന്ന ഇൻഷാ അല്ലാഹ് വരുന്ന മാർച്ച് 3 മഹാനായ സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് അത് സമർപ്പിക്കുകയാണ്, ഉദ്ഘാടനം ചെയ്യുകയാണ്. മഹബ്ബ സ്ക്വയറിൽ വരുന്ന ഞായറാഴ്ച മാർച്ച് 3 സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് അത് ഇനി ഉദ്ഘാടനം ചെയ്യുന്നു. എല്ലാവരെയും ആ സന്തോഷം അറിയിക്കുന്നു. മഹബ്ബ സ്ക്വയറിലാണെന്ന് സ്വലാത്ത് എല്ലാവരും ഇൻഷാ അല്ലാഹ്. നമ്മള് 30 സ്ഥിരമായി മരുന്ന് കഴിക്കുന്ന 30 രോഗികളെ സമ്മേളനത്തിന്റെ ഭാഗമായി നമ്മൾ ദത്തെടുക്കുകയാണ്, മജ്മഅ ദത്തെടുക്കുകയാണ്. അതിൽ 30 പേർക്ക് നമ്മൾ ഒരു മെഡിക്കൽ ഷോപ്പിൽ നമ്മൾ എന്താക്കും, അവരെ കാർഡ് കൊടുത്താൽ മരുന്ന് കിട്ടുന്ന സംവിധാനം നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട്. അതിന്റെ ഉദ്ഘാടന കർമ്മം നമ്മളെ പൂവത്തിക്കൽ രോഗിയായി കഴിയുന്ന ഉമ്മർ താണിക്കൽ, അദ്ദേഹത്തിന് അതിന്റെ കാർഡ് കൊടുത്തുകൊണ്ട് അതിന് തങ്ങളവറുകൾ മോനാണ് അല്ലെ യൂണിറ്റ് കമ്മിറ്റിക്ക് വേണ്ടിയാണ് കൊടുക്കുന്നത്, തങ്ങൾ കൊടുക്കും. പിന്നെ ബാവ ഒരു വീട് നമ്മുടെ കല്ലുങ്ങൽ യൂണിറ്റ് മദ്രസ അധ്യാപകൻ എന്നതാ ഇത് വാങ്ങി അതിൽ വന്നൊക്കെയാണ് ഈ ഫോട്ടോത്തെ പറയുന്നത്. അതിൽ താഴത്തുകൂടെ ബാവ. പിന്നെ നിങ്ങൾ സഹായിക്കണം. 30 രോഗികളെ നമ്മൾ ദത്തെടുത്തിരിക്കുന്നു. അതിലൊരു രോഗിക്കുള്ള കാർഡ് നമ്മളിവിടെ വിതരണം ചെയ്യുകയാണ്. അല്ലാഹു അക്ബർ. ഇനി കല്ലുങ്ങൽ യൂണിറ്റ് SYS ഒരു പാവപ്പെട്ട മദ്രസ മുഅല്ലിമിന്റെ വീട് ഉണ്ടാക്കി കൊടുക്കുക. അതിന്റെ ഫണ്ട് ഭാവമാതക്കോട് നൽകിക്കൊണ്ട് നിർവഹിക്കും. സിറ്റി സ്ക്വയറിന് വേണ്ടി സൗദിയിലെ പര്യടനം നടത്തിയ സമയത്ത്
മഅദിൻ സ്കൂൾ ഓഫ് ഖുർആൻ ഡയറക്ടർ കൂടിയായ പ്രിയപ്പെട്ട അബൂബക്കർ തഖാഫി മാതാക്കോട് കുറേ ആളുകൾ അതിനുവേണ്ടി നമ്മുടെ പ്രവർത്തകര് ചെറുതും വലുതുമായി സഹായിച്ചവരുണ്ട്. അവർക്കെല്ലാം അതിന് അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്, ഇസ്സത്ത് നീ നൽകണേ അല്ലാഹ്. 3 ദിവസവും താഴത്തങ്ങാളുള്ള സഹോദരിമാരാണ് ചായക്ക് വേണ്ട പലഹാരങ്ങൾ, സ്വീറ്റ്സുകൾ നൽകിയത്. അവർക്കെല്ലാം നീ സ്വർഗീയ ഭക്ഷണം ഭക്ഷിപ്പിക്കണം. നമ്മുടെ അടുത്ത വീട്ടുകാരൻ നടുത്തൊടി അബുകാക്ക ഈടെയാണ് മരിച്ചുപോയത്. ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞ കളത്തിങ്ങിൽ ഖദീജ എന്ന സഹോദരി, അക്ബർ കാക്ക, MP മുഹമ്മദ് ഹാജി തുടങ്ങിയവർക്ക് വേണ്ടി നമ്മുടെ സ്ഥാപനത്തിലെ മുദരിസ് കഴിഞ്ഞ വർഷം അബ്ദുള്ള ഉസ്താദ് കഴിഞ്ഞ വർഷം മരണപ്പെട്ടു. അതുപോലെ അങ്ങനെ മരണപ്പെട്ട എല്ലാവരെയും ഖബറിനെ സ്വർഗമാക്കളതാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയകാഫി മസീദ. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد صلاة ترضيك وترضيه وترضى بها عنا يا رب العالمين. أوصل اللهم ثواب ما صليناه وما قرأناه من القرآن العظيم إلى حضرة نبي المصطفى محمد صلى الله عليه وسلم. أوصل اللهم ثواب وإلى حضرات أرواح جميع الأنبياء والمرسلين وكافة أولياء الله تعالى من مشارق الأرض إلى مغاربها. أرحم الراحمين يا الله. പാതിരിയോടടുത്ത സമയത്ത് ഞങ്ങൾ ചെന്ന് ഫാത്തിഹ, ഇഖ്ലാസ്, മുഅവ്വദത്തിന്, ദിക്ർ, സ്വലാത്തിനെ കബൂൽ ചെയ്യണേ അല്ലാഹ്. മജ്മുഅ തുടങ്ങിയ അന്ന് തൊട്ട് ഇന്ന് വരെ മജ്മുഅന്റെ വളർച്ചയിലും ഉയർച്ചയിലും സ്ഥലങ്ങൾ നൽകിയും ബിൽഡിങ്ങുകൾക്ക് മെറ്റീരിയൽസ്, കമ്പി, മണല്, മെറ്റലുകൾ, മണലുകൾ നൽകിയവര്, അവിടുത്തെ മുതഅല്ലിമീങ്ങൾ സ്പോൺസർ ചെയ്തവര്, ഈ സമ്മേളനത്തിന് വേണ്ടി സർവസ്വവും സമർപ്പിച്ചവര്, സ്ഥലം നൽകിയവര്, ഭക്ഷണം നൽകിയവര്, ആയിരങ്ങൾ തേങ്ങകൾ നൽകിയവര്, വിഭവങ്ങൾ നൽകിയവര്, ശമ്പളത്തിന് കാശുകൾ നൽകിയവര്, ആയിരങ്ങൾ പതിനായിരങ്ങൾ ലക്ഷങ്ങൾ, ചുറ്റി സ്ക്വയറിന് 1000 10,000 ലക്ഷങ്ങൾ നൽകിയവര്, വിദേശ പര്യടന വേളകൾ ആരെല്ലാം സഹായിച്ചോ സർവരെയും നാടും വീടും പേരും നിനക്കറിയാം അല്ലാഹ്. അവരൊന്നും ഞങ്ങളും കഴിഞ്ഞ കാലങ്ങൾ വന്ന തെറ്റുകുറ്റങ്ങൾ നീ മാപ്പാക്കണേ അല്ലാഹ്, പൊറുക്കണേ അല്ലാഹ്. ഞങ്ങൾ അസാധ്യത്തുമാർ, ഉലമാക്കള്, മുതഅല്ലിമീങ്ങള്, ഈ പരിസരങ്ങൾ ഇവിടുത്തെ ധാരാളം സഹോദരിമാര്, കുടുംബങ്ങൾ മരണപ്പെട്ടവരുണ്ട് അല്ലാഹ്. മിനിയാന്ന് മരണപ്പെട്ട ഹനീഫ ഉൾപ്പെടെ ഇന്ന് രാവിലെ മരണപ്പെട്ട ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് ഞങ്ങൾക്ക് ഭക്ഷണം നൽകിയ കരുവന്തിരുത്തി മുഹമ്മദ് കോയ തുടങ്ങി പലരും അടുത്ത ദിവസങ്ങൾ മരണപ്പെട്ടു. റബ്ബേ, ആ ഖബറുകളെല്ലാം നീ സ്വർഗമാക്കണേ അല്ലാഹ്, വിശാലമാക്കണേ അല്ലാഹ്. ഞങ്ങൾ രോഗബാധിതരായി കഴിയുന്ന സർവ്വരെയും രോഗങ്ങളെ നീ ശിഫയാക്കണേ അല്ലാഹ്. ശാരീരികവും മാനസികവും പൈശാചികവും സർവ്വ രോഗങ്ങൾക്കും നീ ശിഫ നൽകണേ അല്ലാഹ്. ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ നൽകല്ല അല്ലാഹ്. എയ്ഡ്സ്, പ്ലേഗ് നൽകല്ല അല്ലാഹ്. വെള്ളപ്പാണ്ട്, കുഷ്ഠം, ഭ്രാന്ത് നൽകല്ല അല്ലാഹ്. ആസ്തമ, സെക്സിമ, സുറിയാസ് നൽകല്ല അല്ലാഹ്. കൈകാലുകൾ കടച്ചില്, തരിപ്പ് നൽകല്ല അല്ലാഹ്. ക്ഷീണങ്ങൾ, തളർച്ചകൾ നൽകല്ല അല്ലാഹ്. ഞങ്ങളുടെ സിദ്ദീഖുകൾക്കും ഞങ്ങളുടെ കോളേജുകൾ വിരുദ്ധം വാങ്ങി പുറത്തിറങ്ങുന്ന യുവ പണ്ഡിതന്മാർക്ക്, ഞങ്ങളുടെ ഉസ്താദുമാർക്ക്, മുതഅല്ലിമുകൾക്ക്, ദീനീ ഖിദ്മകൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്.